1959 പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി. മിച്ചഭൂമി സമരമടക്കം എത്രയോ ധീരസമരങ്ങൾക്ക് PS നേതൃത്വം നൽകി. വിവിധ കാലഘട്ടങ്ങളിലായി 5.5 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതായിരുന്നു VSന്റെ തടവ് ജീവിതം. അങ്ങ് പ്രസ്താവിച്ചതുപോലെ കഠിനമായ പോലീസ് മർദ്ദനത്തിനും അദ്ദേഹം ഇരയായി. 1964 മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായും 1985 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചു. 1980 മുതൽ 92 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായും 1996 മുതൽ 2000 വരെ LDF കൺവീനറായും പ്രവർത്തിച്ചു. 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവ്, 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി, 2011 മുതൽ 2016 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തുടർന്നു. 1967, 1970 എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്ത് നിന്നും നിയമസഭാംഗമായി. 2001 മുതൽ 2021 വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എടുത്ത നിലപാടുകൾ, നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ, ചർച്ചകൾ എല്ലാം തന്നെ പുതുതലമുറ നിയമസഭാ സാമാജികർക്കടക്കം മാതൃകയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ വിവേചനങ്ങളിൽ ഉടറിയിരുന്ന കേരള സമൂഹത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിൽ അതുല്യമായ സംഭാവന നൽകിയവരുടെ നിലയിലാണ് VS. മാനുഷികമായതൊന്നും എനിക്ക് അന്യമല്ല എന്ന മാസിന്റെ വചനങ്ങളെ സ്വജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനാകെ മാതൃക തീർത്താണ് അദ്ദേഹം കടന്നുപോയത്. മറ്റു മനുഷ്യരോടുള്ള കരുതൽ ഉള്ളിടത്തോളം കാലം, മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളിടത്തോളം കാലം, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എന്ന് പൊതുവെ പറയാറുണ്ട്. ആ നേതാക്കളുടെ നിലയിലാണ് VSന്റെ സ്ഥാനം. നാം ഓരോരുത്തരും സ്വപ്നം കാണുന്നത് പോലെ സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ എന്നും ഊർജവും പ്രചോദനവുമായി മാറും VSന്റെ സ്മരണ. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. സർ, ഈ നിയമസഭയിൽ അംഗമായിരുന്ന ശ്രീ വാഴൂർ സോമന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തൻ്റെ പൊതുജീവിതത്തിന്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചത്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വിഷമം നിറഞ്ഞ കാനനപാതകൾ താണ്ടി അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട്. പൊതുസമൂഹവുമായി കലർന്നൊഴുകാൻ പലപ്പോഴും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന തോട്ടം തൊഴിലാളികളെ പൊതുധാരയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. തോട്ടം തൊഴിലാളികളെ സംഘബോധത്തിലേക്ക് നയിക്കാനും അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം മുന്നിൽ നിന്നു. അതെല്ലാം തന്നെ ശ്രീ വാഴൂർ സോമനെ പല പ്രമാണിമാരുടെയും അപ്രീതിക്ക് പാത്രമാക്കി. തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ശ്രീ വാഴൂർ സോമൻ. അത്തരത്തിൽ ആർജിച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനെ കൂടുതൽ വിളക്കിയെടുത്തു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഇക്കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികം ഈ സഭക്കകത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. സഭക്കകത്തും പുറത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപോലെ ഏറ്റെടുത്തു. അത്തരത്തിൽ കർമ്മനിരതനായിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ കവർന്നെടുത്തത്. ഒരേ സമയം ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യോഗം. ശ്രീ വാഴൂർ സോമന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു.
കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും സംസ്ഥാനത്തിന്റെ മുൻ മന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ പി തങ്കച്ചൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഈ സഭയുടെ തന്നെ അധ്യക്ഷൻ എന്ന നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. പൊതുപ്രവർത്തന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാന്നിധ്യമായിരുന്നു. അഭിഭാഷക വൃത്തിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും പൊതുജീവിതത്തിലും സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ടു. സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചതിലൂടെയും അഭിഭാഷക വൃത്തിയിലൂടെയും ലഭിച്ച അനുഭവ സമ്പത്ത് ഒന്നുചേർന്ന് ശ്രീ പി തങ്കച്ചനിലെ പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലം വരെ അദ്ദേഹം ഉയർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നും ഈ സഭയുടെ അധ്യക്ഷനായും സംസ്ഥാനത്തെ മന്ത്രിയായും അദ്ദേഹം വളർന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഒട്ടുമിക്ക തലങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീ പി തങ്കച്ചൻ. ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ജനസമ്മതി വളരെ വലുതായിരുന്നു. നിയമസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഈ സഭയുടെ ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെട്ട അധ്യായങ്ങളാണ്. ഈ നിയമസഭയുടെ പ്രഗത്ഭരായ അധ്യക്ഷന്മാരുടെ നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. കൃഷിമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള നിരവധി മുൻകൈകൾ അദ്ദേഹത്തിൽ നിന്നുമുണ്ടായി. കൃഷി വകുപ്പ് അവധാനതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഏറ്റെടുത്ത ചുമതലകൾ കൃത്യമായി നിറവേറ്റുന്നതോടൊപ്പം തന്നെ തൻ്റെ കീഴിലുള്ള വകുപ്പിനെ കുറിച്ച് ഗാഢമായി പഠിക്കാനും അവഗാഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്രീ പി തങ്കച്ചന്റെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തകർക്കാകെ, പ്രത്യേകിച്ച് പുതുതലമുറയിൽപ്പെടുന്നവർക്കുള്ള മികച്ചൊരു റെഫറൻസാണ്. സൗമ്യതയും സമന്വയവും ജീവിതാദർശമായി ഉയർത്തിപ്പിടിച്ച ശ്രീ പി തങ്കച്ചന്റെ നിര്യാണത്തോടെ ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ വികാസ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ പി തങ്കച്ചന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.